ഹലോ ഗീസ്, വീണ്ടും ഒരു സൺഡേ എത്തിയിരിക്കുകയാണ്. ഞാനും എൻ്റെ ബെസ്റ്റിയും കുറേ കാലമായി പോകണമെന്ന് വിചാരിക്കുന്ന പൊൻകുന്ന് ഹിൽസിലേക്കാണ് ഇന്ന് പോകുന്നത്. വീട്ടിൽ അച്ഛൻ, അമ്മ, ഹസ്ബൻഡിൻ്റെ കൂടി ടാറ്റാ ബൈയൊക്കെ പറഞ്ഞു ഞാൻ നേരെ വടകരയ്ക്ക് പോവുകയാണ് കേട്ടോ. ബസ്സിലാണ് കേട്ടോ വടകരയ്ക്ക് പോകുന്നത്. എൻ്റെ ബെസ്റ്റ് എന്നെയും കാത്ത് വടകരയിൽ ഉണ്ടായിരുന്നു. ഞങ്ങൾ പേരാമ്പ്ര റോഡിൽ കൂടിയാണ് പൊൻകുന്ന് ഹിൽസിലേക്ക് പോകുന്നത്. ഞങ്ങൾ വിചാരിച്ചത് ഒരു ചെറിയ കുന്നാണെന്നൊക്കെയാണ് വിചാരിച്ചത്. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് കേട്ടോ കണ്ടത് ഒരു കുറച്ച് പാടാണ് കേട്ടോ അങ്ങോട്ടേക്ക് പോവേ. ഞങ്ങൾ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ അതിൻ്റെ ടോപ്പിലേക്ക് എത്താൻ വേണ്ടിയിട്ട്. ഒരു രസമായിരുന്നു കേട്ടോ. പക്ഷേങ്കിൽ ഇന്ന് 2-3 വീഡിയോസൊക്കെ എടുത്ത് പിന്നെയും അതിൻ്റെ ടോപ്പിലേക്ക് നടന്നു. വിശക്കുന്നതുകൊണ്ട് ഒരു പഴമൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ലാസ്റ്റ് ഞങ്ങൾ പൊൻകുന്ന് ഹിൽസിൻ്റെ ടോപ്പിലെത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ ഭയങ്കര കാറ്റായിരുന്നു കേട്ടോ. എന്ത് രസമായിരുന്നു കേട്ടോ ആ വ്യൂ കാണാൻ. അവിടെ ഒരു മരം ഉണ്ടായിരുന്നു, ഇലകളെല്ലാം പൊഴിഞ്ഞിട്ടുള്ള മരം. അത് കാണാൻ വേണ്ടിയിട്ട് ഭയങ്കര ഭംഗിയുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നത് ആ പൊൻകുന്ന് ഹിൽസിൻ്റെ ഒരു ഭംഗിയും കൂടിയാണ് കേട്ടോ ആ മരം വരുന്നത്. അവിടെ നിന്നുള്ള വ്യൂ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ഭയങ്കര കാറ്റായിരുന്നു. ആ കാറ്റിൻ്റെ ശക്തി എത്രയാണെന്ന് എനിക്ക് മനസ്സിലാവും കേട്ടോ. ഈ കോട്ട് കിടന്ന് പാറുന്ന കണ്ടില്ലേ നിങ്ങൾ? എന്ത് രസമായിരുന്നു കേട്ടോ അവിടെ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ അവിടെ എത്തി കുറച്ച് കഴിയുമ്പോൾ കേട്ടോ മഴയും പെയ്തു കേട്ടോ. ഞങ്ങൾക്ക് 2 വ്യൂ കാണാൻ വേണ്ടി അവിടുത്തെ. ഒന്ന് മഴയില്ലാത്ത വ്യൂവും പിന്നെ നല്ല മഴയുള്ളതും. വ്യൂ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. ഞങ്ങൾ മഴയത്ത് നിന്ന് ഡാൻസൊക്കെ കളിച്ചു, ഒന്ന് വട്ടമൊക്കെ ചുറ്റി. അവിടുന്ന് ഫോട്ടോസൊക്കെ എടുത്തു. എനിക്കവിടെ ഏറ്റവും ഇഷ്ടമായത് ഈ മരം തന്നെയാണ് കേട്ടോ. അതിൽ അവിടെ കാറ്റൊക്കെ കൊണ്ടിട്ടിരിക്കാൻ നല്ല രസമായിരുന്നു കേട്ടോ. ഞങ്ങൾ അവിടെ കയറിയിരുന്നതിനേക്കാളും എളുപ്പമായിരുന്നു കേട്ടോ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ വരുന്ന വഴി ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒരു ബിരിയാണിയൊക്കെ കഴിച്ചിട്ട് നേരെ വീട്ടിലേക്ക് വന്നു.